പലരുടെയും ചോദ്യം, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗം വരാതെ ദൈവം സൂക്ഷിക്കില്ലായിരുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ അപകടത്തിലൂടെ നിങ്ങൾ പോകേണ്ടി വരികയില്ലായിരുന്നല്ലോ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നഷ്ടങ്ങളൊന്നും വരില്ലായിരുന്നല്ലോ. അപ്പൊ ദൈവത്തിന് നിങ്ങളെ പ്രശ്നങ്ങളൊന്നും അകപ്പെടുത്താതെ ഒരു കുഴപ്പമില്ലാതെ സേഫായി സൂക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം. ആമേൻ. ഇന്നത്തെ ഷാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ശ്രദ്ധിച്ചു കേട്ടെ. ദൈവ മഹത്വം വെളിപ്പെടുവാനുള്ളവരുടെ ജീവിതത്തിൽ ഈ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യും. ദൈവ മഹത്വം വെളിപ്പെടാനുള്ളവരുടെ ജീവിതത്തിൽ ദൈവം മനുഷ്യന്റെ കാൽക്കുലേഷനും അപ്പുറത്തേക്ക് നമ്മെ ഓരോരുത്തരെയും കൊണ്ടുപോകും. ദൈവം കടത്തിവിടും. ശോധനയ്ക്ക് അകത്തൂടെ കടത്തിവിടും. പ്രതിസന്ധിക്ക് അകത്തൂടെ കടത്തിവിടും. തീക്കകത്തൂടെ കടത്തിവിടും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സാധാരണ ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ചോദ്യം നേരിടേണ്ടി വരികയില്ല. പക്ഷേ ദൈവത്തിന്റെ ശോധന, ദൈവശോധന കഴിക്കുന്ന ആളുകളുണ്ട്, ദൈവശോധന അനുവദിക്കുന്ന ആളുകളുണ്ട്. അവർ ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ നേരിടുന്നവരായിരിക്കാം. എൻ്റെ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ പറയാം, നിങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയോ, ചോദ്യങ്ങൾ നേരിടുന്ന വ്യക്തിയോ, ദൈവത്തിന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട്, നിങ്ങളിങ്ങനെ വചനം കേട്ടിട്ട്, നിങ്ങളിങ്ങനെ ദൈവത്തെ ആരാധിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് ദൈവം പ്രശ്നമൊന്നും വരുത്താതിരുന്നില്ല, ഇതൊക്കെ നിങ്ങൾക്ക് എന്താ വരുന്നേ? ഈ ചോദ്യം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മ പറയുകയാണ്, ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. ചോദിച്ചവരുടെ നടുവിൽ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും നിങ്ങളുടെ ഭക്തിയെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ, വിമർശനം ഉന്നയിച്ചവരുടെ നടുവിൽ നിങ്ങളുടെ ദൈവം ആരാണെന്നും നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്നും നിങ്ങളുടെ ഭക്തി എന്താണെന്നും തെളിയിക്കുവാൻ ദൈവം ശക്തനാണ്, ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ലാസറിന്റെ കുടുംബത്തിലെ വന്നുപെട്ട വലിയൊരു മരണത്തിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സന്ദേശം എനിക്ക് കർത്താവ് നൽകിയത്. നിങ്ങൾ കേട്ടെ, ലാസറിന്റെ ഭവനം, യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലെ ഒരു വലിയ സംഭവമാണ്. യേശുവിന്റെ ഏറ്റവും വലിയ സ്നേഹിതനായിരുന്ന ലാസർ മരിച്ച ഒരു സംഭവം. ലാസർ മരിക്കുന്നതിന് മുമ്പ് ദീനമായി കിടക്കുന്ന സമയത്ത് യേശുവിനെ വിളിച്ചതാണ് പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷെ യേശു പോയില്ല. യേശു ആദ്യമേ പറഞ്ഞു, ഈ ദീനം മരണത്തിന് വേണ്ടിയല്ല, ദൈവോത്തരൻ മഹത്വപ്പെടേണ്ടതിനത്രേ. അപ്പൊ അതുകൊണ്ട് കർത്താവ് പോയില്ല. എന്നാൽ ലാസർ മരിച്ചു. എന്നിട്ട് യേശു പോയില്ല. 4 ദിവസമായി. 4-ാം ദിവസമായപ്പോൾ ശിഷ്യന്മാരെ കൂട്ടി യേശു ചെല്ലുമ്പോൾ ലാസറിന്റെ 2 സഹോദരിമാർ വളരെ ദൂരത്തിരുന്ന് വളരെ കരയാണ്, നിലവിളിക്കുകയാണ്. അപ്പൊ യേശു അവരുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. യേശു കുറെ കാര്യം അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മറിയ കരയുന്നത് കണ്ടപ്പോൾ യേശുവിന്റെ കണ്ണ് നിറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. അവിടെ എഴുതിയിരിക്കുന്നു, യേശു കരഞ്ഞു, വിതുമ്പിക്കരഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ആ സമയത്തുണ്ടായ 2 ചോദ്യങ്ങൾ 36-ാം വാക്യം, 11-ാം അധ്യായത്തിന് 36-ാം വാക്യത്തിൽ ആകെ ലഘുദ്ധന്മാർ കണ്ടോ, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ലാസറിനോട് ഭയങ്കര പ്രിയമായിരുന്നല്ലോ. എന്നാൽ അടുത്ത കേട്ടോണം, ചിലരോ കുരുടന്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ ഈ 2 ചോദ്യങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യും. ഒന്ന് പറഞ്ഞത്, യേശുവിന് ഇവരോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലോ, ഒരു കുറച്ച് ഭാഗം പറയുമ്പോൾ. മറ്റു ചിലർ പറയുന്നത്, കുരുടന്റെ കണ്ണ് തുറന്ന യേശുവിന്, വലിയ അത്ഭുത രോഗശാന്തിയൊക്കെ നടത്തുന്ന യേശുവിന് ഇവനെ മരിക്കാതാക്കാൻ, ഇവനെ രോഗം സൗഖ്യമാക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഇവരുടെ ചിന്തയില് ഈ ലാസർ ഉയർക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഇവര് പറയുന്നത്, ഇത്രയും പ്രാർത്ഥിച്ച് കർത്താവ് അത്ഭുതമൊക്കെ ചെയ്യുന്നതായിരുന്നു, പക്ഷെ ഇവന്റെ കാര്യം വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. യേശു നിസ്സഹായനായി പോയി, ഇവ മരിച്ചു പോയല്ലോ, പരിഹസിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ പരിഹസിക്കുന്നവർ ഒരു കാര്യം അറിയുക, നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത, ഇന്നു വരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരത്ഭുതം നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെച്ച്, നിങ്ങളുടെ കാഴ്ചയിൽ വെച്ച് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ മക്കളായവർ ഇത് കേൾക്കുമ്പോൾ, പരിഹാസത്തിലൂടെ, നിന്ദയിലൂടെ, അപമാനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളെ പരിഹസിച്ചവരും, നിങ്ങളെ അപമാനിച്ചവരും, നിങ്ങളുടെ ദൈവഭക്തിയെ കുറിച്ച് കുറ്റം പറഞ്ഞവരൊക്കെ കേൾക്കത്തക്കവണ്ണം, കാണത്തക്കവണ്ണം ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. യേശു ഈ ശബ്ദമൊക്കെ കേട്ടിട്ട്, ഈ ആളുകൾ ഈ പരിഹസിക്കുന്ന വാക്കുകളൊക്കെ കേട്ടിട്ടും അവന്റെ പ്രവൃത്തി നിർത്തിയില്ല. അവൻ ഉള്ളം നൊന്ത് വീണ്ടും
കരഞ്ഞുകൊണ്ട് കല്ലറക്കിലേക്ക് എത്തി. ഹല്ലേലൂയ. യേശു അവിടെ പറഞ്ഞ കാര്യം കല്ല് നീക്കുവിൻ. അപ്പൊ ഇതൊക്കെ ആ ജനങ്ങൾ എടുത്തു വെച്ചതല്ലേ, അതുകൊണ്ട് പറയാണ് കല്ല് നീക്കുവിൻ. കർത്താവ് പറഞ്ഞ 2 കാര്യങ്ങളാണ് അവരോട് ചെയ്യാൻ പറഞ്ഞത്. ചെയ്യാൻ പറഞ്ഞ 2 കാര്യം, അതിലൊന്ന് കല്ല് നീക്കുമെന്നും 2 അവന്റെ കെട്ടഴിപ്പിനെന്നുമായിരുന്നു. ഒന്ന് കല്ല് നീക്കുവിൻ. അവിടെ ഭാരമുള്ളൊരു കല്ല് ആ ഗുഹയുടെ ശവം വെച്ചിരുന്ന ഗുഹയുടെ മുമ്പിൽ വെച്ചിരുന്നു. അവൾ കല്ല് നീക്കി. അപ്പോഴത്തേക്കും മാർത്ത പറയാണ് 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി. അടുത്തത് യേശുവിന്റെ വാക്ക്, അതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. 40-ാമത്തെ വാക്യം, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഒരിക്കൽ വന്ന വഴിയിൽ അവരോട് സംസാരിച്ചു, നിങ്ങൾ വിശ്വസിക്കേ, ദൈവത്തിന്റെ മഹത്വം കാണും. ഇപ്പൊ യേശു പറയാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. തിരിച്ച് ഉള്ള ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞ ഇതാണ്, 4 ദിവസമായല്ലോ, നാറ്റം വെച്ച് തുടങ്ങിയല്ലോ. കല്ല് മാറ്റിക്കഴിഞ്ഞാൽ നാറ്റമെല്ലാം വെളിയിൽ വരും അല്ലേ? നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ. ആമേൻ. ഇന്ന് ഈ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലുമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവേ, ഇനി വേണ്ട, ഇനി പറ്റില്ല, ഇനി നടക്കാൻ പോകുന്നില്ല, ഇനി നാണക്കേടാകും, ഇനി ഈ വിഷയത്തിൽ ഇടപെടണ്ട, അങ്ങനെ അങ്ങ് തീർന്നോട്ടെ. നോ, ഇങ്ങനെ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ, ഇങ്ങനെ ഒരു നാറ്റക്കേസ് വെച്ച് നിങ്ങളുടെ ഭാവിയോ നിങ്ങളുടെ അഡ്രസ്സോ നിങ്ങളെക്കുറിച്ചോ ഉള്ള വർത്തമാനത്തിൽ ഒരു അവസാനമല്ല ദൈവം വെച്ചിരിക്കുന്നു. ആമേൻ. അങ്ങനെയല്ല ദൈവം വെച്ചിരിക്കുന്നത്. ഒരു എന്താ പറഞ്ഞേ, അപമാന വിഷയമായിട്ട്, നാറ്റക്കേസായിട്ട് നിങ്ങളുടെ ആ പ്രശ്നം സമൂഹത്തിന് മുമ്പിൽ അങ്ങനെ തീരാൻ വേണ്ടിയല്ല, അതിനെ ഒരു വലിയ മഹത്വത്തിന്റെ വിഷയമാക്കി മാറ്റാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ നടക്കുമോ എന്ന്. കർത്താവ് പറയുന്നത് നടക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനം സംബന്ധിച്ച്, നിങ്ങളുടെ വീടിനകത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നിമിത്തം, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ചില വിഷയങ്ങൾ നിമിത്തം അപമാനങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ നിമിത്തം, നിങ്ങളുടെ മാതാപിതാക്കൾ നിമിത്തം വേദനപ്പെടേണ്ട, നാട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. സാമ്പത്തികമായ ചില കടഭാരങ്ങൾ വന്ന് കയറിയിട്ട് നിക്കക്കള്ളിയില്ലാതെ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തിരിച്ചു കൊടുക്കാൻ കഴിയാതെ അപമാനം അനുഭവിച്ച വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും യോഗത്തിന് പോയിട്ടും വചനം കേട്ടിട്ടും ദൈവത്തിനോടൊക്കെ നിന്നിട്ടും മാറാത്ത രോഗങ്ങൾ, മാരകമായ രോഗശക്തികൾ പിടിമുറുക്കിയിട്ട് മറ്റുള്ളവർ കാണുക ഒരു അപമാന വിഷയമായി തീർന്നിരിക്കാം. എന്തുമാകട്ടെ കർത്താവ് പറയാ, നാറ്റം വെച്ചല്ലോ, ഇനി പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് കർത്താവ് പറയാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അന്ന് കർത്താവ് ഇത് പറഞ്ഞപ്പോൾ അത് കേൾക്കാനും അത് വിശ്വസിക്കാനും അവർ തയ്യാറായതുപോലെ ഇന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവത്തിന്റെ മഹത്വം നിങ്ങളെ വെയിറ്റ് ചെയ്യുക. ആമേ. ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് സ്വയമായി ചിന്തിക്കത്തക്ക രീതി വിടുതൽ ആവശ്യമുള്ളതാ, ലക്ഷ്യം ആവശ്യമുള്ളതാ, തിരികെ ലഭിക്കേണ്ടതാ. പക്ഷേ സമയം കഴിഞ്ഞു പോയല്ലോ, ഇനിയിപ്പം പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല, വിശ്വസിച്ചിട്ടും കാര്യമില്ല, ഇനിയിപ്പം ആഗ്രഹിച്ചിട്ട് അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലോ പ്രായത്തിലോ ആയിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നെങ്കിലും ദൈവത്തിന് നിങ്ങളെ ആ മഹത്വം കാണിക്കാൻ ആഗ്രഹമുണ്ട്. യാക്കോബ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവന്റെ നഷ്ടപ്പെട്ടു പോയ യോസേഫ് തിരിച്ചു വരുമെന്ന്. യാക്കോബ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവൻ ഇനിയും കുറെ വർഷം കൂടെ ജീവിക്കാൻ കഴിയുമോ എന്ന്. യാക്കോബ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവന്റെ പഴയകാല പ്രൗഢിയും ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ ഇനിയും മടങ്ങി വരുമെന്ന്. പക്ഷേ ആ പ്രതീക്ഷകളൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, സകലതും എനിക്ക് പ്രതികൂലമെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് സകലതും പ്രതികൂലം, എല്ലാം എനിക്ക് പ്രതികൂലം. ഹല്ലേലൂയ. എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും, സകലതും എനിക്ക് പ്രതികൂലം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പറയുകയാണ്, നോ, നിങ്ങൾ ചിന്തിച്ച് ആ വിഷയം, ആ പ്രശ്നത്തെ അത് നിങ്ങളുടെ അവസാനത്തിലേക്ക് കൊണ്ടുപോകാനല്ല. ദൈവം നിങ്ങൾക്കൊരു ചൈതന്യം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ ഭാവിയെ മാറ്റി എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം ദൈവം തിരുത്തി എഴുതിയിട്ട് ദൈവം നിങ്ങൾക്കൊരു വലിയ ശുഭകരമായ
ഉയർച്ചയും അവസാനവും തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ആമേൻ പറഞ്ഞേ. അമേൻ, അമേൻ. നിങ്ങളുടെ കുടുംബം നശിച്ച് അല്ലെങ്കിൽ തകർച്ചയാകപ്പെട്ടിട്ട് ഒരു അവസാനമല്ല. ആമേൻ. അതിനകത്ത് ദൈവം ആരാണെന്നും നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്നും നിങ്ങൾ ആരെയാണ് സേവിച്ചെന്നൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു സമയം നിങ്ങളിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവിടെ അവർ കല്ല് നീക്കി യേശു ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം കാണുന്നു ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടി, മുഖം റൂമാൽ കൊണ്ട് മൂടി. അവന്റെ കെട്ടഴിപ്പിന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. അവൻ പോകട്ടെ. ആമേൻ. കെട്ടഴിപ്പിന് അവൻ പോകട്ടെ. ഇന്ന് ചിന്തിച്ചോ, ഇന്ന് വിശ്വസിച്ചോ, പുറത്തു വരും. ആമേൻ. നാറ്റം വെച്ചു പോയെന്ന് പറഞ്ഞത് ഇനി ഒരിക്കലും പുറത്തു വരില്ലെന്ന് പറഞ്ഞതുമായ പ്രതീക്ഷകൾ, എന്താ പറയുന്നേ, നമ്മുടെ ഭാവിയുടെ മുകളിൽ വെച്ച പാറക്കഷ്ണങ്ങളെ ദൈവം എടുത്തു കളഞ്ഞിട്ട് നമ്മുടെ പ്രതീക്ഷകളുടെ മുകളിൽ കെട്ടിയ കെട്ടുകളെ കർത്താവ് അഴിച്ചു കളയാൻ പോവുകയാണ്. പാറകളെ എടുത്ത് കളയാൻ പോവുകയാണ്. ആ കെട്ടുകളെ ദൈവം അഴിച്ചു കളയാൻ പോവുകയാണ്, ഒരു പുത്തൻ പ്രതീക്ഷ നൽകുവാൻ. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവ് പറയുന്നത്, ഇത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. മരിച്ചിരുന്ന് ഉയർത്തെഴുന്നേറ്റവനെ പോലെ അവന്റെ മകനെ അവൻ തിരികെ പ്രാപിച്ചു. വിശ്വസിക്ക്, ദൈവത്തിന്റെ മഹത്വം നിങ്ങളിലും കർത്താവ് ചെയ്യട്ടെ. പ്രിയ കർത്താവേ, ഈ വചന സന്ദേശം കേൾക്കുന്നതിലൂടെ ഒരു വലിയ വിശ്വാസം മക്കളിൽ വ്യാപരിക്കട്ടെ. എന്നോട് ചേർന്ന് ആരൊക്കെ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവേ, സാഹചര്യങ്ങളല്ല, കർത്താവ് പറയുന്നത് ഞങ്ങൾ ഏറ്റെടുത്ത് വീണ്ടും ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നു. അവിടുത്തെ മഹത്വം ഈ മക്കൾ അനുഭവിക്കട്ടെ, മഹത്വം കാണട്ടെ. കർത്താവേ, ആരൊക്കെ പരിഹസിച്ചോ, ആരൊക്കെ അപമാനിച്ചു, ആരൊക്കെ കുറ്റം പറഞ്ഞു, ആരൊക്കെ തെറ്റായ കഥകളൊക്കെ പ്രചരിപ്പിച്ചു, അവിടെ എല്ലാം നടുവിൽ ആമേൻ ദൈവത്തിന്റെ മഹത്വം ഇന്നുവരെ അവരാരും കാണാത്ത ഒരു മഹത്വ വിഷയമാക്കി ഈ മക്കളുടെ പ്രശ്നത്തെ, ഇവർ കടന്നുപോയ വേദനയെ, ഇവർ കടന്നുപോയ സാഹചര്യങ്ങളെ ദൈവം കർത്താവ് ഡൈവേർട്ട് ചെയ്യാൻ പോകുന്നതിനായി നന്ദി. കർത്താവ് മാറ്റം വരുത്താൻ പോകുന്നതിനായി നന്ദി. ഒരു വലിയ അത്ഭുത വിഷയമായി തീരുന്നതിനായി നന്ദി കർത്താവേ. അങ്ങ് വൻ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ വാക്കുകളെ വിശ്വസിക്കുന്നു, അവിടുത്തെ ശക്തിയെ വിശ്വസിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ സന്ദേശം എല്ലാ ദിവസവും പോലെ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. God bless you. Have a wonderful day.